ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പെരുവയിൽ ബാഫക്കി തങ്ങൾ സ്നേഹഭവൻ യാഥാർത്ഥ്യമാവുന്നു. ഉദ്ഘാടനം സെയ്ദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. വിദ്യാഭ്യാസവും സേവനങ്ങളും നൽകുന്ന മജ്ലിസു തൗഹീദ് സേവന കേന്ദ്രമാണ് സ്നേഹഭവനം സമർപ്പിക്കുന്നത്. അത്താണിയില്ലാത്തവർക്ക് അഭയം നൽകുക, നിരാലംബരെ സംരക്ഷിക്കുക, കുടുംബ തർക്കങ്ങളിൽ മുന്നോട്ടുള്ള പ്രയാണം തടയപ്പെടുന്നവർക്ക് താൽക്കാലിക ആശ്വാസം നൽകുക, മയക്കുമരുന്ന് വിമുക്തരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ചികിത്സാനന്തരമുള്ള ജീവിത രീതി ക്രമപ്പെടുത്തുക തുടങ്ങി സമൂഹത്തിനാവശ്യമായ പദ്ധതികളാണ് മജ്ലിസ് ബാഫക്കി തങ്ങൾ സ്നേഹഭവൻ ലക്ഷ്യമിടുന്നത്. നമ്മുടെ കുടുംബങ്ങൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, വ്യാപകമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ശൈഥില്യമായ കുടുംബത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് കുടുംബ തർക്ക പരിഹാര വേദി എന്ന സംവിധാനം മജ്ലിസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 10-30 അഡ്വക്കറ്റുമാർ, വക്കീലന്മാരുടെ നേതൃത്വത്തിൽ നിരവധി കൗൺസിലേഴ്സും അതുപോലെ തന്നെ മനഃശാസ്ത്ര വിദഗ്ധരൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വലിയൊരു സമിതിയാണത്. എന്നാൽ ഇവിടെ നമ്മൾ ഈ അത്താണില്ലാത്ത അഭയം മൂലം നമ്മൾ പുതിയൊരു പദ്ധതി ആവിഷ്കരിക്കുകയാണ്. പലപ്പോഴും കുടുംബത്തിൽ നിന്ന് ദമ്പതിമാർക്ക് വിട്ടുനിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ നിരീക്ഷണത്തിൽ അത്തരത്തിലുള്ള ആളുകളെ ഒരു നിരീക്ഷണം നടത്തിക്കൊണ്ട് അവരെ ഒരു നല്ല വഴിയിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയുള്ള സംവിധാനം കൂടി ഈ അത്താണില്ല അഭയം എന്നുള്ള പദ്ധതിയിലൂടെ നൽകപ്പെടുന്നുണ്ട്. ഇസ്ലാമിക് ആൻഡ് ആർട്സ്, ഇസ്ലാമിക് അക്കാദമി, ഖുർആൻ ഹിഫ്ള് സ്കൂൾ, വയോജന പഠിതാ കേന്ദ്രം തുടങ്ങി വിദ്യാഭ്യാസ സംരംഭങ്ങളും കുടുംബ തർക്ക പരിഹാര വേദി, ലഹരി നിവാരണ പദ്ധതികൾ, സെന്റർ ഫോർ മോഡൽ മാരേജ്, മറ്റ് ആശ്വാസ പദ്ധതികൾ എന്നിവയും മജ്ലിസ് ഇപ്പോൾ നടത്തിവരികയാണ്. ഉദ്ഘാടന ചടങ്ങിൽ കെ മൂസ മൗലവി, ഡോക്ടർ ഖാസിമുൽ ഖാസിമി, എം ഉമ്മർ ഹാജി, TP ചെറൂപ്പ, കരിപ്പാൽ അബ്ദുറഹിമാൻ ഹാജി, നാസർ ഖാൻ, അബ്ദുറഹിമാൻ ഹാജി, PP സാബിർ ഖാസിമി തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിസ്ഡം സ്റ്റുഡൻസ് സംഘടിപ്പിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസ്